Hi friends, നമുക്ക് ഇന്നൊരു വെറൈറ്റി മക്രോണി പായസം ഉണ്ടാക്കിയാലോ. ദിസ് അസ്ന ജാസ്മിൻ, വെൽക്കം ടു മൈ വീഡിയോ. പായസം ഉണ്ടാക്കുന്നതിനായി ഏകദേശം ഒരു 250 ഗ്രാം മക്രോണി പാസ്ത എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ മീഡിയം സൈസിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഈ പൊടിച്ചെടുത്ത പാസ്ത നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 6 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പായസം തയ്യാറാക്കുന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് വെന്ത് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഏകദേശം 10 മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം പാസ്ത പല വിധത്തിലുണ്ടാവും, പല ബ്രാൻഡ് അനുസരിച്ച് ഇതിൻ്റെ വേവ് മാറും. നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പായസം തയ്യാറാക്കാം. ആദ്യമായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അതിനായി വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. ഇതൊന്ന് ഉരുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ പഞ്ചസാര നമുക്കൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. പഞ്ചസാര പരത്തിയിടുന്നത് ഈക്വലായിട്ട് ഉരുകുന്നതിന് സഹായിക്കും. പഞ്ചസാര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലും 1 ഗ്ലാസും വെള്ളവുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി പാല് ഒന്ന് പതുക്കെ തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കണ്ടൻസ്ഡ് മിൽക്ക് പല ബ്രാൻഡിൽ മാർക്കറ്റിൽ സുലഭമാണ്. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് പായസം നന്നായി തിളച്ച് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് മധുരം നോക്കി പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം നന്നായി കുറുക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൽ നമുക്ക് കാഷ്നട്ടും കിസ്മിസും വറുത്തെടുക്കാം. ഈ കാഷ്നട്ടും കിസ്മിസും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഇളം ബ്രൗൺ നിറമാവുമ്പോൾ ഇതൊന്ന് വറുത്ത് കോരി നേരത്തെ വാങ്ങി വെച്ച പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. പാലട കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഈ പായസത്തിനും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.